ഹലോ നമസ്കാരം. കൈൻഡ്സ് ഓഫ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയെ കുറിച്ചാണ്. ഒരു അബ്സേർഡിസ്റ്റ് ബ്ലാക്ക് കോമഡി ഇപ്പോൾ റിലീസായതാണ്. തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം. അത് ഇഷ്ടമായില്ല എന്നുള്ളതിനെക്കാട്ട് കൂടുതൽ ആ സിനിമയെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ യോർഗോസ് ലാൻതിമോസ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഡയറക്ടറുടെ പേര്. അപ്പം എനിക്ക് പേരുകളൊന്നും ഓർമ്മയില്ല, ആര് എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയോടുള്ള താല്പര്യം എന്നുള്ളതാണ് എനിക്ക് കൂടുതലുള്ളത്. അതിൻ്റെ പ്ലോട്ട്, അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ തന്നെ. അപ്പോൾ യോർഗോസിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് പുവർ തിങ്സ്, ലോബ്സ്റ്റർ, അതേപോലെ ദ കില്ലിംഗ് ഓഫ് ദ സീക്രട്ട് ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ഉള്ളത്. പക്ഷെ ആ സിനിമകളൊന്നും പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റാതെ പോയതാണ്. ഈ ഡയറക്ടറെ പറ്റിയിട്ട് ധാരാളം കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് മൂവി മേക്കിംഗ് കാര്യങ്ങളൊക്കെ. ഒരുതരം അബ്സേർഡിസ്റ്റ് പ്ലോട്ടുകളാണ്. അബ്സേർഡിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബന്ധപരമായിട്ടുള്ള, അതായത് നമുക്ക് സാധാരണ ആൾക്കാരുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു അസംബന്ധമായിരിക്കും അതിൽ കാണിക്കുന്നത്. അത് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മൂവീസാണ്. ബട്ട് എനിവേ, മാത്രമല്ല ഈ സിനിമയെക്കുറിച്ച് റോട്ടൻ ടൊമാറ്റോസിൽ ഓഡിയൻസ് ആസ് വെൽ ആസ് ക്രിട്ടിക്സിൻ്റെ റിവ്യൂ, റേറ്റിംഗ് വളരെ ഗംഭീരമാണ്. അപ്പോൾ എന്തായാലും കാണാതെ നിവൃത്തിയില്ല എന്നല്ല. ഈ 1.5 മണിക്കൂർ വിചാരിച്ചിട്ട് 2.25 മണിക്കൂർ സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതുണ്ടായിരുന്നത്. അപ്പോൾ എനിവേ 3 ഇതായിട്ടാണ്, 3 പാർട്ടായിട്ട്, അല്ലെങ്കിൽ 3 ആന്തോളജി മൂവി മാതിരിയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിൽ അഭിനയിക്കുന്ന വില്ലം ഡെഫോ, എമ്മ സ്റ്റോൺ, ഇവർ രണ്ടുപേരും പുവർ തിങ്സിലും ഉണ്ടായിരുന്നു. പിന്നെ ജെസ്സി പ്ലെമോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള അയാൾക്ക് നല്ല ബ്രേക്കിംഗ് ബാഡിലൊക്കെ ഉണ്ട്. അയാൾക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കാനിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ ആ സിനിമ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു 3 പാർട്ട് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് RMF എന്നാണ് ഒരു പാർട്ട്. ഒന്ന് ഡെത്ത് ഓഫ് RMF, പിന്നെ RMF ഇസ് ഫ്ലൈയിങ്, പിന്നെ RMF ഈറ്റ്സ് എ സാൻഡ്വിച്ച്. ഈ RMF എന്ന് പറയുന്നത് ഒരാളാണ്. അയാളെ നമ്മളാകെ RMF എന്നുള്ള പേരിൽ, RMF എന്നുള്ള പേരിൽ മാത്രമാണ് ഇയാളെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നത്. അയാൾ സിനിമയിലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. 3 സിനിമയിലും അയാൾ വരുന്നുണ്ട് എന്നാ തോന്നുന്നു. 3 സിനിമയിലും അയാൾ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ സിനിമയിലുണ്ട്, മൂന്നാമത്തേലുണ്ട്. രണ്ടാമത്തെ അയാൾ വരുന്നുണ്ടോ എന്നുള്ള ഇപ്പം എനിക്ക് ഓർമ്മയില്ല. ബട്ട് എനിവേ, അപ്പം ഈ ജെസ്സി പ്ലെമോൺസ്, എമ്മ സ്റ്റോൺ, പിന്നെ നമ്മുടെ വില്ലം ഡെഫോ, പിന്നെ ഒരു ക്യാരക്ടറും കൊണ്ട്, ഒരാളും കൊണ്ട്, മാർഗ്രറ്റ് ക്വെല്ലിയാണ് വേറൊരു ഇതിൽ. അപ്പോൾ ഇവർ 4 പേരുമാണ് എല്ലാ സിനിമയിലും. ഇവർ ഈ RMF ആയിട്ടുള്ള ആൾ, അയാളുടെ പേരെന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ മാർഗ്രറ്റ് ക്വെല്ലിയാണ് നമ്മൾ മെയ്ഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സീരീസിൽ മെയിൻ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. അതെനിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ എവിടെ കണ്ടുപരിചുണ്ടല്ലോ എന്നുള്ളത് നിൽക്കുക. അപ്പം ഫസ്റ്റിൽ RMF മരിക്കുന്നു എന്നുള്ളതാണ്. അത് RMFനെ, അപ്പോൾ എന്താ അതിൻ്റെ ഒരു എന്തുകൊണ്ടായിരുന്നു അസംബന്ധം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് RMF ഇസ് ഡെത്ത് ഓഫ് RMF എന്ന് പറഞ്ഞിട്ടുള്ള ആ ആന്തോളജിയിൽ ഈ ജെസ്സി പ്ലിമോൺസിൻ്റെ ബോസാണ് നമ്മളെ വില്ലം ഡെഫോ. പക്ഷേ വില്ലം ഡെഫോ അങ്ങോട്ട് നിർബന്ധിച്ച് ഭയങ്കര, വില്ലം ഡെഫോൻ്റെ കൺട്രോളിലാണ് ഇയാൾ ഈ ജെസ്സി പ്ലിമൻസ് കിടക്കുന്നത്. അങ്ങനെ ആ കൺട്രോളിൽ നിന്നും അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അയാളുടെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ വളഞ്ഞിട്ട് ഈ RMFനെ കൊല്ലാൻ വേണ്ടി ഇയാളെ ഏർപ്പാടാക്കുക. അയാൾ ആ RMFനെ കൊല്ലാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അയാൾ വേറൊരു അവസാനം അയാൾ RMFനെ എന്തോ ചെയ്യും. ഇതൊക്കെ ആകെപ്പാടൊരു, എനിക്ക് അറിഞ്ഞൂടെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുക സിനിമ എന്നുള്ളത്. പക്ഷേ ആദ്യത്തിലേക്ക് അതിലേക്ക് കിടക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യു കംപ്ലീറ്റ്ലി ഗെറ്റ് ഇൻ ടു ഇറ്റ്. RMF ഇസ് ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ, അതും അബ്സേർഡാണ്. കാരണം എന്താ വെച്ചാൽ ഇതേ ക്യാരക്ടേഴ്സ് തന്നെ, ഇതേ ആൾക്കാർ തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മളെ ജെസ്സി പ്ലിമോൺസ് ഒരു പോലീസുകാരനാണ്, പക്ഷേ അയാളെ ഭാര്യ മിസ്സിംഗ് ആണ്. ഭാര്യ തിരിച്ചു വരികയാണ്. പക്ഷെ അയാൾക്ക് തോന്നുകയാണ് അയാളെ ഭാര്യ ശരിക്കുള്ളൊരു അയാളുടെ ഭാര്യ അല്ല. കാരണം ഷൂസൊക്കെ ചെറുതാണ് ഭാര്യയ്ക്ക്, അപ്പം കാല് വലുതായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. എന്നിട്ട് ഇയാൾ ഭാര്യനെ ഒഴിവാക്കാൻ വേണ്ടി ഇയാളോരോന്ന് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് അങ്ങനെയൊക്കെ പോകുന്നൊരു ആന്തോളജി. മൂന്നാമത്തേത് RMF ഇസ് ഈറ്റിംഗ് സാൻഡ്വിച്ച് എന്നൊക്കെയാണ് അതിൻ്റെ. RMF ഈസ് ഫ്ലൈയിങ്, RMF ഈറ്റ്സ് എ സാൻഡ്വിച്ച്. അതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെസ്സി
പ്ലിമോൺസും എമ്മ സ്റ്റോണും ഒരു ഒരു കൾട്ടിൻ്റെ ഭാഗമാണ്. വില്യം ഡെഫോ നടത്തുന്നൊരു കൾട്ടിൻ്റെ ഭാഗമാണ്. ആ കൾട്ടിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒരു സ്ത്രീയെ കണ്ടെത്താൻ വേണ്ടി നോക്കുകയാണ്. അതായത് ആ സ്ത്രീ ഉണ്ട്, ആ സ്ത്രീയെ കണ്ടെത്തണം, ആ സ്ത്രീക്ക് മരിച്ചവരെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ വിയേർഡ് സംഭവങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അവസാനം എമ്മ സ്റ്റോൺ ഒരു ഡാൻസും കളിക്കും. അപ്പോൾ ഞാൻ ഇത്രയും പറയുമ്പോൾ വിചാരിക്കുന്നത് സിനിമയാണ്. ശരിയാണ്, അസംബന്ധം, അബ്സേർഡിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് നോക്കുന്ന സമയത്ത്. അതായത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെയൊക്കെ സ്ട്രക്ചർ, നമ്മളുടെയൊക്കെ ധാരണ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, അങ്ങനെ പോകുന്നു, ചില ഗോൾസ് പ്ലാൻ, അത് അങ്ങനെയാണ് നടക്കുക എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് നമുക്കൊരിക്കലും സാധാരണ നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഒരു കാരണവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുക. ആൾക്കാരൊക്കെ സ്വതവേ ആൾക്കാർ പെരുമാറിൽ നിന്നും വളരെ വ്യത്യസ്തമായി പെരുമാറുക. ആ സിറ്റുവേഷനൊക്കെ നമ്മൾ സാധാരണ ഇതിൽ കാണാത്ത സാധാരണ രീതിയിലുള്ള ജീവിതമാണ്. അതാണ് താനും, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ വേറെ കുറേ സംഭവങ്ങൾ വളരെ അബ്സേർഡായിട്ട്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആണ് ആ സിനിമ കാണുക എന്നുള്ളത്. ഇത് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് തന്നെ, യാർഗോസിൻ്റെ പുവർ തിങ്സും ദ കില്ലിംഗ് ഓഫ് ദ സീക്രട്ട് ഡിയറും ദ ലോബ്സ്റ്ററും എവിടെന്നെങ്കിലും എടുത്ത് കാണണം എന്നുള്ളത് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കാണുന്ന സിനിമകളെല്ലാം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു ഫ്യൂ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമകൾ കാണുമ്പോൾ ഓരോന്നായിട്ട് ഞാനിപ്പോൾ ഇത് റിവ്യൂ ചെയ്തിട്ട് നേരെ പോവുകയാണ്. ഹൊറൈസൺ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കെവിൻ കോസ്റ്റ്നറിൻ്റെ ഒരു 3 മണിക്കൂർ സിനിമ ഉണ്ട്, ഞാൻ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. നവനായന.